ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുറേ കാലത്തിന് ശേഷമാണ് ഒരു വ്ളോഗൊക്കെ എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടാലൊന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ അങ്ങനെ രാവിലെ കിച്ചണിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ കിച്ചണിൽ വന്ന ഉടനെ തന്നെ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുകയാണ്. അത് ഞാൻ പുതിയതായിട്ട് തുടങ്ങിയൊരു ശീലമാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വെള്ളം കുടിക്കുന്നൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കും അങ്ങനെ വെള്ളം കൊടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിട്ട് അങ്ങനെ കുടിച്ച് നോക്കണം. അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ കുടിച്ചു. അതിനുശേഷം ഞാൻ ചായക്കുള്ള വെള്ളം വെച്ച് അതിലേക്ക് ചായപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇന്ന് പുട്ടും കടലയും ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ പുട്ടും കടലക്കറിയൊക്കെ റെഡിയാക്കി സിമ്പിളായിട്ടുള്ള കടലക്കറിയാണ് റെഡിയാക്കുന്നത്. കടല കഴുകിയതിന് ശേഷം ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ട് കൊടുത്ത് അങ്ങനെ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പുറത്തടുപ്പിൽ പുട്ടും കൂടെ റെഡിയാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കടലക്കറി വന്നതിന് ശേഷം അതിലേക്കുള്ള വറവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കടുകും കറിവേപ്പിലയും കുറച്ച് വെളുത്തുള്ളി ചോപ്പയും ഗരം മസാലയും കൂടി ഇട്ടിട്ട് അതിലേക്ക് വറവ് ഇട്ട് കൊടുത്തു. അപ്പോൾ കടലക്കറി തിക്കായിരിക്കണമെങ്കിൽ ഇതിൽ നിന്ന് കുറച്ച് കടല എടുത്തിട്ട് അടിച്ചെടുത്താൽ മതി. പക്ഷേ എനിക്കിപ്പോൾ കുറച്ച് ലൂസായിട്ടുള്ള കടലക്കറിയാണ്, അപ്പോൾ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഞാനങ്ങനെ വേഗം തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അപ്പോൾ സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ട് തന്നെ എണീക്കാറ്. അപ്പോൾ മോന് മദ്രസ ഉണ്ട്, അതും 8:30ക്കാണ് സ്റ്റാർട്ട് ചെയ്യൽ. അപ്പോൾ ലേറ്റായിട്ട് തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ അങ്ങനെ ഞാൻ വേഗം ഫുഡ് കഴിച്ചു. മക്കളൊന്നും എണീറ്റിട്ടില്ല. മോൻ മദ്രസയിൽ പോയിട്ടുണ്ട്, ബാക്കിയുള്ളവരൊന്നും എണീറ്റിട്ടില്ല. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം വേഗം തന്നെ അടുക്കളയിൽ നിന്ന് വേഗം പോരും. കാരണം ഇപ്പോൾ ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ കുറേ സമയം അടുക്കളയിൽ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ വേഗം വന്നിട്ട് ഞാൻ പത്രമൊക്കെ വായിച്ച് അങ്ങനെ കുറച്ച് സമയം ഫാനിൻ്റെ ഇടയിൽ വന്നിട്ട് റെസ്റ്റൊക്കെ എടുക്കും. ആ സമയം കൊണ്ട് മക്കളൊക്കെ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ഓരോരുത്തരായിട്ട് ക്ലീനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലീനിങ്ങൊക്കെ മക്കളെ ഏൽപ്പിച്ചിട്ടുള്ള ബെഡ് വിരിച്ചിടുക, അതേപോലെ ടേബിളൊക്കെ തുടച്ച് വൃത്തിയാക്കുക, വാഷ് ബേസിനൊക്കെ ക്ലീൻ ചെയ്യുക. അപ്പോൾ ഈ വക ക്ലീനിങ്ങൊക്കെ ഇപ്പോൾ സ്കൂളില്ലാത്തതുകൊണ്ട് തന്നെ അവരാണ് ചെയ്യാറ്. അപ്പോൾ അങ്ങനെ അവരതൊക്കെ ചെയ്യും. ആ സമയം കൊണ്ട് ഞാൻ ഇവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ടു. അപ്പോൾ അതിന് ശേഷം ഞാൻ വേഗം തന്നെ കിച്ചണിൽ കയറിയിട്ട് ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. അപ്പോൾ ലഞ്ചിന് വേണ്ടിയിട്ടുള്ള ഇന്ന് നമ്മൾ ചെയ്യണത് വെണ്ടക്ക കറിയും അതുപോലെ പച്ചക്കായ ഉപ്പേരിയും ആണ് ലഞ്ചിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ വെണ്ടക്ക കറി വേഗം തന്നെ ഉണ്ടാക്കിയിട്ടെടുക്കുകയാണ്. അപ്പോൾ അതിലേക്കുള്ള തേങ്ങയൊക്കെ ചിരണ്ടി വെച്ചിട്ടുണ്ട്. ചോറ് കുക്കറിൽ ഇട്ടിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ മോള് വന്നിട്ട് മാംഗോ ജ്യൂസ് അടിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ജ്യൂസ് അടിക്കുകയാണ്. അപ്പോൾ ചൂടായതുകൊണ്ട് തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ജ്യൂസും തണുത്ത ജ്യൂസും വെള്ളമൊക്കെ കുടിക്കാൻ ഭയങ്കര ഒരു ദാഹമാണ്. അപ്പോൾ പിന്നെ എല്ലാവരും അതൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ഗ്ലാസ് ജ്യൂസ് ഞാനും കുടിച്ചിട്ടുണ്ട്. ഇപ്പോൾ മാങ്ങേൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ മാങ്ങയും ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ പിന്നെ നമുക്കിങ്ങനെ ഇടയ്ക്ക് ജ്യൂസൊക്കെ അടിച്ച് കുടിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ഞാൻ വെണ്ടക്ക കറിക്കുള്ള തേങ്ങയൊക്കെ ഒന്ന് അടിച്ച് ഒഴിച്ചിട്ടുണ്ട്. പച്ചക്കായൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ അങ്ങനെ വെണ്ടക്ക കറി റെഡി ആയിട്ടുണ്ട്. അതിൽ കടുകും കറിവേപ്പിലൊക്കെ ഒന്ന് വറുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. ചോറും അതിൻ്റെ ഇടയിൽ കൂടെ റെഡി ആയി വരുന്നുണ്ട്. പിന്നെ ഒരു ചട്ടി വെച്ചിട്ട് വേഗം തന്നെ പപ്പടമൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ അതേ ചട്ടിയിൽ തന്നെ ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞിട്ടിട്ട് അതിൽ തന്നെയാണ് നമ്മൾ പച്ചക്കായ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ അതും അവിടെ റെഡിയായി കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മീൻ വരുമെന്ന് വിചാരിച്ചിട്ട് കുറേ സമയം കാത്തിരുന്നു. പക്ഷെ മീനൊന്നും വന്നില്ല. അപ്പോൾ പിന്നെ ഇക്കാക്ക് വിളിച്ച് പറഞ്ഞപ്പോൾ ഇക്കാക്ക് വന്നപ്പോൾ ബീഫൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി അതൊന്ന് കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടെടുക്കണം. അപ്പോൾ അങ്ങനെ ബീഫൊക്കെ കട്ട് ചെയ്തു. അതൊന്ന് കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്കുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തു. അങ്ങനെ ബീഫൊന്ന് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതോടെ റെഡി ആയിക്കൊണ്ടിരിക്കണം. അതിൻ്റെ ഇടയിൽ ഞാൻ വാഷ് ചെയ്യാനുള്ള തുണികളൊക്കെ വാഷിംഗ് മെഷീനിൽ രാവിലെ തന്നെ ഇട്ട് കൊടുത്തിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡി വന്നപ്പോൾ മക്കളെ കൊണ്ടൊന്ന് അയലിലിടാൻ വേണ്ടി പറഞ്ഞയച്ചാണ്. അങ്ങനെ മേലാണ് മുകളിലത്തെ നിലയിലാണ് അയലുള്ളത്. അപ്പോൾ അവരവിടെ കൊണ്ടുപോയിട്ട് അതൊക്കെ ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു മോള് തുടച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തുടച്ചു തരുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ചില ദിവസം ഇവർ എല്ലാ ജോലിയിലും ഹെൽപ്പ് ചെയ്യും. ചില ദിവസം അവരങ്ങനെ കളിൻ്റെ മോഡിലായിട്ട് അങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോകും. തറവാട്ടിലൊക്കെ പോയിട്ട് അങ്ങനെ അവർക്ക് വെക്കേഷനില്ല പോലെ ഇഷ്ടം പോലെ ചെയ്തോട്ടെന്ന് വിചാരിച്ച് അങ്ങനെ ഇട്ട് കൊടുക്കല, നിർബന്ധിച്ചൊന്നും ചെയ്യിക്കാറില്ല. അതിന് ഇക്കാപ്പൂത്തിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇക്കാക്ക് വേണ്ടിയിട്ടുള്ള ചോറൊക്കെ ഒന്ന് വിളമ്പി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ വെണ്ടക്ക കറിയും അതേപോലെ പച്ചക്കായ ഉപ്പേരിയും ബീഫും പപ്പടും അച്ചാറൊക്കെ കൂട്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ചോറൊക്കെ കഴിച്ചിട്ടുണ്ട്.
അതിൻ്റെ ഇടയിൽ മക്കൾക്കൊക്കെ ചോറൊക്കെ കൊടുത്തിട്ടുണ്ട്. അവരും അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ ചോറൊക്കെ വിളമ്പിയിട്ട് അങ്ങനെ കഴിക്കുന്നുണ്ട്. ഞാൻ പിന്നെ അടുക്കള ക്ലീൻ ചെയ്യലും കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ചോറ് കഴിച്ചത്. അങ്ങനെ ചില സമയത്ത് എല്ലാവരും കൂടി ഒപ്പം ഇരുന്നിട്ട് കഴിക്കും. ചില സമയത്ത് എനിക്ക് അപ്പോൾ ജ്യൂസ് കുടിച്ചതുകൊണ്ട് ഇന്ന് അത്ര വലിയ വിശപ്പില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞാനങ്ങനെ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം കഴിക്കാമെന്ന് വിചാരിച്ചു. ഓരോ ദിവസം ഒരേപോലെ ആയിരിക്കും. അങ്ങനെ മക്കളൊക്കെ ചോറൊക്കെ കഴിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ മോന് തറവാട്ടിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവനും ഫുഡൊക്കെ കൊടുത്തു. അങ്ങനെ അവനും അവിടെ ഇരുന്നിട്ട് അങ്ങനെ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഓരോന്ന് പറഞ്ഞിട്ട് ഓരോരോ വാശിയും കുറുമ്പൊക്കെയാണ് ഓരോന്നങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ വേഗം പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ വേഗം കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തു. ഇനി ഒന്ന് തുടക്കാനും കൂടി ഉള്ളൂ. അതും കൂടി കഴിഞ്ഞാൽ എൻ്റെ കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞാൽ ഞാനും ഫുഡ് കഴിക്കും. അങ്ങനെ കിച്ചണൊക്കെ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ മക്കളൊക്കെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോരോ പണിയെടുത്തുകൊണ്ട് അങ്ങനെ നടക്കുന്നുണ്ട്. അവരുടേതായ കളികളിലൊക്കെ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതൊന്നും വല്ലാതെ മൈൻഡ് ചെയ്യാൻ പറയും, സ്കൂളില്ലാത്തതല്ലേ. അപ്പോൾ അവർക്കും ടൈമൊക്കെ പോകണ്ടേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.